ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയെ അന്വേഷിച്ച് ദീപ്തി അമ്പാട്ട് വീട്ടിലെത്തുകയാണ്. ചിന്നുവിനോട് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോൾ ചിന്നു ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. ദീപ്തി എന്നിട്ട് അർച്ചനയെ കാണാൻ റൂമിനകത്തേക്ക് പോകുമ്പോഴാണ് അങ്ങോട്ടേക്ക് രമ്യയും മഞ്ജുവും വരുന്നത്. എന്താണ് പ്രശ്നമെന്ന് ദീപ്തി എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്. അർച്ചനയും ചിന്നും തമ്മിൽ വഴക്കിട്ടോ? അവളൊന്നും മിണ്ടാതെയാണല്ലോ പോയതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ഞാൻ എന്ത് പറയാനാ ദീപ്തി, ഇവിടെ നടന്നതൊന്നും പുറത്തു പറയാൻ കൊള്ളാവുന്ന കാര്യമല്ലല്ലോ എന്നെല്ലാം മഞ്ജു അങ്ങനെ പറയുമ്പോ രമ്യ പറയുന്നുണ്ട്, അർച്ചനേച്ചി വല്ലാതെ വിഷമിച്ചു കിടക്കുകയാണ്. ഇവിടെ നിന്ന് വലിയൊരു പ്രശ്നം ഉണ്ടായി. അച്ചും രുക്കും ഇവിടെ നിന്നും ഇറങ്ങിപ്പോയെന്ന് പറയുമ്പോ ദീപ്തി ചോദിക്കുന്നുണ്ട്, അവരിറങ്ങിപ്പോയോ? എങ്ങോട്ടാണ് പോയത്? ചന്ദ്രകാന്തത്തിലേക്കാണോ എന്ന് ചോദിക്കുകയാണ്. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ട്, അങ്ങോട്ടല്ലാതെ പിന്നെ അവരെങ്ങോട്ട് പോവാനാണ്? ഇവിടെ നിന്നും ഇറങ്ങിപ്പോയ അച്ചുവിനെയും രുക്കുവിനെയും ചന്ദ്രകാന്തക്കാർ രണ്ടു കൈയും നീട്ടി സ്വീകരിച്ചു എന്നാണ് അറിഞ്ഞത് എന്ന് മഞ്ജു പറയുമ്പോ രമ്യ പറയുന്നുണ്ട്, ചില പ്രശ്നങ്ങളെല്ലാം ഇവിടെ ഉണ്ടായി, പക്ഷേ അവര് ഇവിടെ നിന്നും ഇറങ്ങിപ്പോകുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നങ്ങനെ രമ്യ പറയുമ്പോൾ ദീപ്തി പറയുന്നുണ്ട്, ഇവിടെ നിന്നും അച്ചുവിനെയും കൊണ്ടുപോകാൻ രുക്കു ഒരു കാരണം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അതെന്തായാലും അവൾക്ക് നടന്നു കിട്ടി. നിങ്ങൾ അവളുടെ തന്ത്രത്തിന് നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, വക്കീലെ, ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന പ്രശ്നമല്ലായിരുന്നു ഇത്. മുകുന്ദനും രുക്കും തമ്മിലുണ്ടായ പ്രശ്നമാണ്. അതിപ്പോ ഞാൻ എങ്ങനെ ദീപ്തിയോട് പറയാനാ എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു രമ്യയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. വീണ്ടും ദീപ്തിയോട് പറയുന്നുണ്ട്, മുകുന്ദൻ തെറ്റ് ചെയ്തെന്ന് ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. എന്നാൽ അച്ചു അതെല്ലാം വിശ്വസിച്ചു. അതിന്റെ പേരിലാണ് ഇവിടെ ഈ കണ്ട സംഭവങ്ങളെല്ലാം ഉണ്ടായതെന്ന് മഞ്ജു പറയുമ്പോ ദീപ്തി പറയുന്നുണ്ട്, അതെല്ലാം എനിക്കറിയാം. അതിനെപ്പറ്റി ഇനി മഞ്ജു അധികം വിശദീകരിക്കണ്ട, അർച്ചന എന്നോടെല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ദീപ്തി പറയുമ്പോ മഞ്ജു പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ ഞാനൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ വക്കീലെ. ഈ വീട്ടിൽ ഇങ്ങനെയെല്ലാം നടന്നു എന്ന് ഞങ്ങൾക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് മഞ്ജു പറയുമ്പോ ദീപ്തി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് അർച്ചന എവിടെയെന്ന് രമ്യപ്പ പറയുന്നുണ്ട്. അർച്ചനേച്ചി അകത്ത് വിഷമിച്ച് കിടക്കാണെന്ന് പറയുമ്പോ ദീപ്തി, ശരി, ഞാൻ എന്തായാലും അർച്ചനയൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ്. ചിന്നു ആണെങ്കിൽ അകത്ത് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. ദീപ്തി വരുമ്പോ ചിന്നു എന്നിട്ട് ദീപ്തിയോട് പറയുന്നുണ്ട്, ആന്റി, എന്റെ അമ്മ ഇതുവരെ ഭക്ഷണവും പോലും കഴിച്ചിട്ടില്ല, ആകെ സങ്കടത്തിലാണെന്ന് പറയുകയാണ്. ദീപ്തി എന്നിട്ട് ചിന്നുവിനോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കണ്ട, ഞാൻ അമ്മയോട് സംസാരിക്കാമെന്ന് പറഞ്ഞ് ദീപ്തി ഉള്ളിലേക്ക് പോവുകയാണ്. അർച്ചനയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തളർന്നങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ദീപ്തി വരുന്നത്. അർച്ചനെ, എന്താണിത്? ഒരു ദിവസം കൊണ്ട് നീ അങ്ങ് വല്ലാതായി പോയല്ലോ. ഓഫീസിലും കോടതിയിലും കാണുന്ന ആ അർച്ചന തന്നെയാണോ ഇത്? ഇങ്ങനെ തളർന്നു പോകുന്ന മനസ്സാണോ നിന്റേതെന്ന് ദീപ്തി ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, മനസ്സ് എത്ര ശക്തമായിരുന്നാലും ചില സന്ദർഭങ്ങളിൽ ശക്തി ചോർന്നു പോവും. മനസ്സ് തകർന്നു പോകാതിരിക്കാൻ ഞാനൊരു യന്ത്രമൊന്നല്ല, ഞാനും ഒരു മനുഷ്യ സ്ത്രീയല്ലേ. അച്ചും രുക്കും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് അവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. പോകാൻ തീരുമാനിച്ചുറപ്പിച്ചതുപോലെയായിരുന്നു അവരുടെ പെരുമാറ്റം. ദീപ്തി എവിടെയാണ് എനിക്ക് പഠിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവർക്കിടയിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ എന്റെ കൂടപ്പിറപ്പുകൾക്കിടയിലുള്ള ദൂരമാണ് എന്നെ തകർത്ത് കളഞ്ഞത്. പോകരുതെന്ന് കൈകൂപ്പി അപേക്ഷിച്ചിട്ടും അവൻ പോയി. അവൻ ഇവിടെ നിന്നും പോയപ്പോ എന്റെ മനസ്സിൽ നിന്ന് എന്തൊക്കെയോ പൊലിഞ്ഞു പോയതുപോലെ തോന്നുന്നു എന്നെല്ലാം പറഞ്ഞ് അർച്ചന അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് കരയാണ്. ദീപ്തി അപ്പോ അർച്ചനയെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നീ അതൊന്നും വിചാരിച്ച് ഇങ്ങനെ മനസ്സ് വിഷമിപ്പിക്കണ്ട. നിങ്ങളെ പിരിഞ്ഞു നടക്കാൻ അച്ചുവിന് ഒരിക്കലും കഴിയില്ലെന്നാണ് എന്റെ വിശ്വാസം. അവൻ ഇവിടെ നിന്നും പോയതുപോലെ തന്നെ തിരികെ വരും. നീ സമാധാനമായിട്ട് തന്നെ ഇരിക്കെ എന്നെല്ലാം ദീപ്തി പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ദീപ്തി. ചെറുപ്പത്തിൽ ഞാൻ അവനെ എങ്ങനെയൊക്കെ നോക്കി വളർത്തിയതാണെന്നറിയോ? അവന്റെ മാറുന്ന ഓരോ ഭാവങ്ങളും എനിക്കറിയാം. അവന്റെ മനസ്സിൽ ഒരു കരട് വീണുപോയി. ഇനി അതെങ്ങനെ മാറ്റിയെടുക്കുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ എനിക്ക് ഭയമാണ് ദീപ്തി. ഒരു ദിവസം ഞാൻ തകർന്നു വീണു പോയാൽ എന്റെ സഹോദരങ്ങൾക്കിടയിലെ ദൂരം കുറയ്ക്കാൻ ആരും തന്നെ ഉണ്ടാവില്ല. എന്റെ സഹോദരങ്ങളെ എന്നും ഞാൻ ചേർത്ത് നിർത്തിയാണ് കൂടെ കൊണ്ടുപോയിരുന്നത്. ഒരിക്കലും എന്നെ വിട്ടു പോകില്ലെന്ന് കരുതിയവർ തന്നെയാണ് ഇപ്പൊ എന്നെ വിട്ടു പോയത്. ഞാനാകെ തളർന്നു പോയി. പിടിച്ചു നിൽക്കാൻ ഒരു ഇടമില്ലാത്തതുപോലെ തോന്നുകയാണ് ഇപ്പോൾ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അർച്ചന വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, അർച്ചനെ, നീ വിഷമിക്കാതെ. അറിഞ്ഞിടത്തോളം നിന്റെ സഹോദരന്മാരിൽ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. മുകുന്ദനെയും രുക്കുവിനെയും രണ്ടറ്റത്ത് നിർത്തി ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ മുകുന്ദന്റെ പേരെ പറയൂ. നീ പറയുന്നത് പോലെ തന്നെ നിന്റെ കൂടപ്പിറപ്പുകളെ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് ദീപ്തി പറയുമ്പോ അർച്ചന പറയുന്നുണ്ട്, മുകുന്ദനിൽ നിനക്കുണ്ടായ വിശ്വാസം പക്ഷേ അച്ചുവിനില്ലാതെ പോയില്ലേ ദീപ്തി എന്ന് ചോദിക്കുകയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, നീ കരയാതിരിക്കുക അർച്ചനെ, നമുക്ക് അച്ചുവിന്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറ്റിയെടുക്കാമെന്ന് പറയാണ്. ചിന്നു ആണെങ്കിൽ അമ്മ ഇത്ര നേരമായി ഒന്നും കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് വന്ന് അർച്ചനയ്ക്കുള്ള ഭക്ഷണം എടുത്തുകൊണ്ട് പോവുകയാണ്. വീണ്ടും ദീപ്തി അർച്ചനയോട് പറയുന്നുണ്ട്, കൂടപ്പിറപ്പുകളെ കുറിച്ചുള്ള ഉത്കണ്ഠ എനിക്ക് മനസ്സിലാവും അർച്ചനെ. അതുകൊണ്ടാണല്ലോ ഈ വീട്ടിൽ നിന്നും അച്ചു ഇറങ്ങിപ്പോയപ്പോൾ നീ തളർന്നു വീണത്. എന്നാലും ഒരു കാര്യം എനിക്ക് നിന്നോട് പറയാതിരിക്കാൻ വയ്യ. അച്ചു നിന്നെ വിട്ടുപോയപ്പോൾ നീ വീണു. പക്ഷേ ചേച്ചിയെ വിട്ടുപിരിയുന്നതിൽ അവൻ തളർന്നില്ലല്ലോ. അതെന്തുകൊണ്ടാന്ന് നിനക്കറിയോ? ഞാൻ ഒരിക്കലും അച്ചുവിനെ കുറ്റപ്പെടുത്തുന്നതല്ല. എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത്.
ചു എങ്ങോട്ട് ഇറങ്ങിപ്പോയാലും അവന് താങ്ങും തണലുമായി അവന്റെ ഭാര്യ അടുത്തുണ്ട്. പക്ഷെ നിനക്കാരാണുള്ളത്? പക്വതയില്ലാത്ത നിന്റെ മകൾ മാത്രം. ആ കുഞ്ഞ് എന്ത് ചെയ്യാനാ? നിന്റെ മനസ്സാണെങ്കിൽ ഇപ്പോൾ ഒരു കടൽ പോലെയാണ്. പക്ഷെ അതുപോലെ എത്താനായി ചിന്നുവിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പിന്നെ അനന്തനും മുകുന്ദനും അവർക്ക് താങ്ങായി അവരുടെ ഭാര്യമാരുണ്ട്. അവരെ വീഴാതെ പിടിച്ചു നിർത്താനും അവരെ ന്യായീകരിക്കാനും അവരുടെ ഭാര്യമാർ എന്നും അവരുടെ കൂടെ ഉണ്ടാവും. ചില സത്യങ്ങളെല്ലാം നമുക്കറിയാം, പക്ഷെ ആ സത്യങ്ങളെല്ലാം ചിലപ്പോൾ നമ്മൾ മറക്കും. ഇവിടെയാണ് ഞാനിപ്പോ എന്റെ രമേശേട്ടന്റെ കാര്യം ഓർക്കുന്നത് അർച്ചനെ. ചില പ്രതിസന്ധികളിൽ ഞാൻ അകപ്പെട്ടു പോകുമ്പോൾ എന്റെ കൂടെ രമേശേട്ടൻ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തകർന്നു പോകുമായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതാണ് അർച്ചനെ ഒരു പങ്കാളി നമുക്ക് തരുന്ന പിന്തുണയും ശക്തിയും. ആ ശക്തി നമുക്ക് മറ്റൊരിടത്തു നിന്നും കിട്ടില്ല. അങ്ങനെ ഒരു പങ്കാളി നിന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എനിക്കിപ്പോ നിന്നെ ഈ മാനസികാവസ്ഥയിൽ കാണേണ്ടി വരില്ലായിരുന്നു. ഒരു പങ്കാളി നിനക്കും ആവശ്യമല്ലേ അർച്ചന എന്ന് ദീപ്തി ചോദിക്കുമ്പോ അർച്ചന പറയുന്നുണ്ട്, എനിക്കും ഉണ്ടായിരുന്നല്ലോ പങ്കാളി, താങ്ങും തണലായും വന്നവൻ. പക്ഷെ എന്റെ മോളെയും എന്നെയും എന്റെ സഹോദരങ്ങളെയും വെയിലത്തേക്കും മഴയത്തേക്കുമല്ലേ ഇറക്കി വിട്ടത്. അങ്ങനൊരു തണൽമരം എനിക്കെന്തിനാണ്? ചതിക്കുന്ന തണൽമരം. അങ്ങനൊരു താങ്ങും തണലും ഇല്ലാതെയാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. എന്റെ അനിയന്മാരെ ഞാൻ കൂടപ്പിറപ്പുകളായിട്ടല്ല വളർത്തിയത്, എന്റെ മക്കളായിട്ടാണ്. മക്കള് ഒരു നാൾ ഇങ്ങനെ വിട്ടിട്ട് പോകുമ്പോൾ ഏതൊരു അമ്മയായാലും തളർന്നു പോകും. ഞാൻ ആ വീഴ്ചയിൽ നിന്നും മുക്തി നേടിയിട്ട് വരുന്നതേയുള്ളൂ എന്നെല്ലാം വളരെ വിഷമത്തോടെ അർച്ചന പറയുമ്പോ ദീപ്തി പറയുന്നുണ്ട്, എനിക്ക് നിന്റെ മാനസികാവസ്ഥ മനസ്സിലാവും. അതൊക്കെ പോട്ടെ, നീ എന്നാണോ ഓഫീസിലേക്ക് വരുന്നതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ നാളെ വരാമെന്ന്. അപ്പോഴേക്കും അർച്ചനയ്ക്കുള്ള ഭക്ഷണവുമായി ചിന്നു അങ്ങോട്ടേക്ക് വരികയാണ്. അമ്മ ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ, ഞാനിതാ അമ്മയ്ക്ക് വേണ്ടി ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാണ്. ദീപ്തി അപ്പൊ പറയുന്നുണ്ട്, അർച്ചനെ നീ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് ഇവള് നല്ല വിഷമത്തിലാണ്. എന്തിനാണ് വെറുതെ നീ പട്ടിണി കിടക്കുന്നത്? നിന്നെ ഓർത്ത് നിന്റെ അനിയൻ അവിടെ പട്ടിണി കിടക്കൊന്നും ആയിരിക്കില്ലല്ലോ. നീ അതുകൊണ്ട് ഫുഡ് കഴിക്കേ, ഇവളെ വിഷമിപ്പിക്കാതെ ഇരിക്കേ. നീ എന്തായാലും സമാധാനമായിരിക്കെ, ഞാൻ എന്തായാലും ഇറങ്ങാണെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് ദീപ്തി അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ചിന്നു അർച്ചനയോട് അമ്മേ ഇത് കഴിക്കാമേ എന്ന് പറയുന്നുണ്ടെങ്കിലും അർച്ചന പറയുന്നുണ്ട്, അവിടെ വെച്ചോ മോളെ, ഞാൻ കുറച്ചു കഴിഞ്ഞ് കഴിക്കാമെന്ന് പറയാണ്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, അത് വേണ്ട, അമ്മ ഇപ്പൊ തന്നെ കഴിക്കേ, അമ്മ കഴിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. അമ്മ കഴിക്കാതിരിക്കുമ്പോ എനിക്ക് നല്ല സങ്കടാവുന്നുണ്ട് അമ്മയെന്ന് ചിന്നു അങ്ങനെ പറയാണ്. വീണ്ടും ചിന്നു പറയുന്നുണ്ട്, എന്നാൽ ഞാൻ അമ്മയ്ക്ക് വാരി തരാം, ഇവിടെ വെച്ചിട്ട് പോയാൽ അമ്മ കഴിക്കാതിരിക്കും, അതുകൊണ്ട് ഞാൻ തന്നെ വാരി തരാമെന്ന് പറഞ്ഞ് ചിന്നു അർച്ചനയ്ക്ക് വാരി കൊടുക്കുകയാണ്. ചിന്നു അങ്ങനെ ഫുഡ് വാരി കൊടുക്കുമ്പോൾ അർച്ചനയ്ക്ക് ഒരുപാട് സന്തോഷാവുകയാണ്. ചിന്നു അപ്പോ അർച്ചനയോട് പറയുന്നുണ്ട്, പണ്ട് ഞാനിങ്ങനെ കരഞ്ഞ് വാശി പിടിച്ചിരിക്കുമ്പോ അമ്മ എനിക്കിങ്ങനെ വാരി തന്നിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. അർച്ചന അപ്പൊ ചോദിക്കുന്നുണ്ട്, മോളെ നീ കഴിച്ചോ എന്ന്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, അമ്മേ ഞാൻ പിന്നീട് കഴിച്ചോളാം എന്ന് പറയാണ്. അർച്ചന അപ്പൊ പറയുന്നുണ്ട്, ഇങ്ങ് തായോ, ഞാൻ നിനക്ക് വാരി തരാമെന്ന് പറഞ്ഞ് അർച്ചന പിന്നീട് ചിന്നുവിന് വാരി കൊടുക്കുകയാണ്. ചിന്നു എന്നിട്ട് അർച്ചനയോട് പറയുന്നുണ്ട്, അമ്മ ഒരിക്കലും സങ്കടപ്പെടരുത്, ആരൊക്കെ അമ്മയെ വിട്ടുപോയാലും ഞാനെന്നും അമ്മയുടെ കൂടെ ഉണ്ടാവുമെന്ന് പറയാണ്. അർച്ചനയ്ക്ക് അത് കേൾക്കുമ്പോൾ ഒരേ സമയം സന്തോഷവും സങ്കടവും ആവുകയാണ്. പിന്നീട് JK താമസിക്കുന്ന ഹോട്ടലിലേക്ക് വീണ്ടും മധുബാല എന്ന സ്ത്രീ വരികയാണ്. അവരെ കാണുന്നതും ആ സ്റ്റാഫ് മനസ്സിലങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഓ ഇവര് പിന്നെയും വന്നോ, JK സാറിനെ അന്വേഷിച്ച് തന്നെയായിരിക്കും വന്നതെന്ന് അങ്ങനെ പറയാണ് ആ സ്റ്റാഫ്. എന്നിട്ട് മധുബാലയോട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ മേഡത്തെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പക്ഷെ ഓർമ്മ കിട്ടില്ലെന്ന് പറയാണ്. മധുബാല അപ്പൊ പറയുന്നുണ്ട്, അതെ തനിക്ക് ഓർമ്മയുണ്ടാവില്ല, ഇവിടെ താമസിക്കാൻ വരുന്നവരെ പോലും തനിക്ക് ഓർമ്മയില്ലല്ലോ എന്ന് അങ്ങനെ ചോദിക്കുകയാണ്. ആ സ്റ്റാഫ് അപ്പോ പെട്ടെന്ന് ഓർത്തതുപോലെ പറയുന്നുണ്ട്, ആ എനിക്കിപ്പോ മനസ്സിലായി, അന്ന് JK സാറിനെ അന്വേഷിച്ച് വന്നതല്ലേ മേഡം, ഇപ്പോഴും JK സാറിനെ അന്വേഷിച്ചിട്ട് വന്നതാണോ? പക്ഷേ ഇവിടെ JK സാർ ഇല്ല, അങ്ങനെ ഒരാൾ ഇവിടെ താമസമില്ല എന്നൊക്കെ ആ സ്റ്റാഫ് പറയുന്നുണ്ടെങ്കിലും മധുബാല പറയുന്നുണ്ട്, ഞാനിപ്പോൾ വന്നത് അതിനൊന്നുമല്ല, ബിസിനസ് സംബന്ധമായി എനിക്ക് കുറച്ചു ദിവസത്തേക്ക് ഒരു റൂം വേണം, അതിനുവേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ ആ സ്റ്റാഫ് പറയുന്നുണ്ട്, ഇവർക്കിവിടെ റൂം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാവും, അതുകൊണ്ട് റൂമില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കാമെന്ന് മനസ്സിലങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് JK വരുന്നത്. JK മധുബാലയെ കാണുന്നതും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. വേഗം തന്നെ പോക്കറ്റിൽ നിന്നും മദ്യം എടുത്തു കുടിച്ചുകൊണ്ട് മധുബാലയുടെ കണ്ണിൽ പെടാതെ അവിടെ നിന്നും മാറി നിൽക്കുകയാണ്. മധുബാലയാണെങ്കിൽ സ്റ്റാഫിനോട് റൂമിന്റെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, എനിക്കൊരു AC റൂമാണ് വേണ്ടതെന്നൊക്കെ ആവശ്യപ്പെടുകയാണ്. ആ സ്റ്റാഫ് അപ്പൊ പറയുന്നുണ്ട്, റൂം കിട്ടുന്ന കാര്യം പ്രശ്നത്തിലാണല്ലോ മാഡം, ഒരാഴ്ചത്തേക്ക് റൂം ഒന്നും ഒഴിവില്ല, ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് നോക്കാമെന്ന് പറയുമ്പോ മധുബാല പറയുന്നുണ്ട്, ഞാൻ ഇവിടെ വന്നാൽ റൂമില്ലെന്ന് തന്റെ സാറാണോ പറയാനായി ആവശ്യപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. ശരി, റൂമില്ലെങ്കിൽ വേണ്ട, എത്ര തന്നെ കള്ളം
കള്ളം പറഞ്ഞാലും ആ JK ഇവിടെ ഇല്ലെന്ന് നിങ്ങൾക്ക് എന്നെ വിശ്വസിപ്പിക്കാനായി കഴിയില്ല. ഞാൻ വീണ്ടും വരുമെന്ന് അയാളോടൊന്ന് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് മധുബാല അവിടെ നിന്നും പോവുകയാണ്. മധുബാല അവിടെ നിന്നും പോകുന്നതും JK നേരെ ആ സ്റ്റാഫിനോട് പോയി സംസാരിക്കുകയാണ്. JK എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവരെന്തിനാണ് ഇവിടെ വന്നതെന്ന്. സ്റ്റാഫ് അപ്പൊ പറയുന്നുണ്ട് റൂം അന്വേഷിച്ചിട്ട് വന്നതാണ്. എന്തോ ബിസിനസ് കാര്യത്തിന് ഒരാഴ്ചത്തേക്ക് അവർക്ക് ഇവിടെ റൂം വേണമെന്ന് പറഞ്ഞു. ഇവരുടെ ഉദ്ദേശം മനസ്സിലായതുകൊണ്ട് ഞാൻ ഇവിടെ റൂമില്ലെന്ന് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടെന്ന് അയാൾ അങ്ങനെ JKയോട് പറയാണ്. JK ഇപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ റൂമില്ലെന്ന് പറഞ്ഞത് അവര് വിശ്വസിച്ചിട്ടൊന്നുമില്ല. അവര് ഹൈക്കോർട്ടിലെ ഒരു ജഡ്ജിയുടെ മോളാണ്. എന്നോട് അവൾക്ക് ഭയങ്കര ആരാധനയാണ്. ഞാൻ എവിടെയാണ് താമസിക്കുന്നത് എന്നെല്ലാം അവൾ അറിഞ്ഞിരിക്കും. ഇപ്പൊ എനിക്ക് വലിയൊരു ശല്യമാണ്. ഇപ്പൊ പുതിയൊരു ആവശ്യമായാണ് എന്റെ പിന്നാലെ നടക്കുന്നത്. ഞാൻ അവളെ കല്യാണം കഴിക്കണമെന്നാണ് പറയുന്നത് എന്നെല്ലാം JK അങ്ങനെ പറയുമ്പോ ആ സ്റ്റാഫ് JKയോട് ചോദിക്കുന്നുണ്ട് സാർ ഇപ്പൊ ഇതുവരെ കല്യാണം കഴിച്ചില്ലേ എന്ന് ചിരിച്ചുകൊണ്ട് അയാൾ ചോദിക്കുമ്പോ JK പറയുന്നുണ്ട് അതെല്ലാം എന്തിനാണ് താൻ അറിയുന്നത്. എനിക്ക് ഏതെങ്കിലും പെണ്ണിനെ കെട്ടിച്ചു തരാൻ തന്റെ അവിടെ ഏതെങ്കിലും പെണ്ണുങ്ങൾ പുരനിറഞ്ഞു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ആ മധുബാലയെ താൻ അടുപ്പിക്കേണ്ട ഒരു വട്ട് കേസാണ് എന്നും പറഞ്ഞുകൊണ്ട് JK അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ രാത്രിയിൽ ചന്ദ്രകാന്തത്തിൽ എല്ലാവരും തന്നെ ഭക്ഷണം കഴിക്കാൻ ഇരിക്കുകയാണ്. അപ്പോഴാണ് വളരെ വിഷമത്തോടെ രുക്കു അങ്ങോട്ടേക്ക് വരുന്നത്. ചന്ദ്രയും വിജയശങ്കറും ഒക്കെ അപ്പൊ ചോദിക്കുന്നുണ്ട് അച്ചു എവിടെ, അവനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോ വിമല് ചോദിക്കുന്നുണ്ട് നിനക്കിത് എന്തു പറ്റി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോ രുക്കു പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല, എന്താ കാരണമെന്ന് എനിക്കറിയില്ല, പക്ഷെ അവൻ മൊത്തത്തിൽ മൂഡ് ഓഫ് ആണ്. ഇതുവരെ അവൻ ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാൻ ചോദിച്ചിട്ടാണെങ്കിൽ അവൻ ഒന്നും പറയുന്നില്ല എന്ന് രുക്കു അങ്ങനെ പറയുമ്പോ സത്യം പറയുന്നുണ്ട് നമ്മൾ അവനെ നിർബന്ധിച്ച് ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുവന്നതൊന്നല്ലല്ലോ, കാര്യങ്ങളെല്ലാം അവൻ അറിയാവുന്നതല്ലേ, പിന്നെന്താണ് പ്രശ്നം എന്ന് സത്യം പറയുമ്പോ വിമല പറയുന്നുണ്ട് ചേച്ചിയെ ഏട്ടന്മാരെയെല്ലാം വിട്ടുവന്നതിൽ അവന് വിഷമുണ്ടാവും. ഇത്രകാലം നല്ല ഒത്തൊരുമയോടെ ജീവിച്ചു വന്നവരല്ലേ, അവിടെ നിന്നും പെട്ടെന്ന് ഇറങ്ങിപ്പോന്നത് അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നങ്ങനെ വിമല പറയുമ്പോ സത്യൻ വിമലയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നെല്ലാം നിന്നോട് അവൻ പറഞ്ഞോ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണ്ട എന്നങ്ങനെ പറയുമ്പോ ചന്ദ്ര വിമലയോട് പറയുന്നുണ്ട് അച്ഛനെയും കൊണ്ട് രുക്കുവിടെ വന്നത് എന്തോ ഒരു വലിയ കുറ്റം ചെയ്തതുപോലെയാണല്ലോ വിമല പറയുന്നത്. വിമലയുടെ സംസാരം കേട്ടാ തോന്നും അമ്പാട്ടിൽ കലഹം ഉണ്ടാക്കിയത് നമ്മളാണെന്ന് എന്നെല്ലാം ചന്ദ്ര അങ്ങനെ പറയുമ്പോ വിമൽ പറയുന്നുണ്ട് ചേച്ചി ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ലെന്ന് രുക്കു അപ്പൊ പറയാണ്. അമ്പാട്ടിൽ നിന്ന് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അവിടെ കിട്ടാതെ പോയ സന്തോഷം ഇവിടെ കിട്ടുമെന്ന് കരുതിയിട്ടാണ്, ഇതിപ്പോ അതിനേക്കാൾ കഷ്ടമായല്ലോ എന്ന് രുക്കു പറയുമ്പോ വിജയശങ്കർ പറയുന്നുണ്ട് നീ വിഷമിക്കാതെ 2 ദിവസം കഴിയുമ്പോ അവൻ ശരിയായിക്കോളും, നീ എന്തായാലും ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോ രുക്കു പറയുന്നുണ്ട് എനിക്കൊന്നും വേണ്ട, അവനൊന്നും കഴിക്കാതെ ഞാൻ എങ്ങനെ കഴിക്കും, എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയാണ്. വീണ്ടും അപ്പൊ വിജയശങ്കർ പറയുന്നുണ്ട് അവിടെ നിന്നും വന്നതിൽ അവന് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇതൊന്നും കാര്യമാക്കണ്ട, നമുക്കതെല്ലാം മാറ്റിയെടുക്കാം. സത്യ നീ എന്തായാലും ചെന്ന് അച്ചുവിന്റെ മാനസിക വിഷമം ഒന്ന് മാറ്റ്, എന്നോട് അവന് ബഹുമാനം കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ചെന്നാൽ ശരിയാവില്ല എന്നങ്ങനെ വിജയശങ്കർ പറയുമ്പോ സത്യം പറയുന്നുണ്ട് ആ കാര്യം ഞാൻ ഏറ്റു എന്നങ്ങനെ പറയുമ്പോ രുക്കുവിന് ആകെ പേടിയാവുകയാണ്. അന്ന് മദ്യപിച്ചതുപോലെ ആയാൽ അച്ചു ഓവറാവുമെന്ന് രുക്കുവിന് നന്നായി അറിയാം. രുക്കു അങ്ങനെ ടെൻഷനോടെ നിൽക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.